+2 ക്ലാസ്സുകളിൽ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ റീൽ അവസാനം വരെ കാണും. ജൂൺ 18 മുതൽ നിങ്ങളുടെ സ്കൂളിലേക്ക് +1 വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങും. ആ സമയത്ത് പൊതുവെ നമ്മൾ കണ്ടുവരുന്ന വളരെ മോശകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് റാഗിങ് എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും +1 വിദ്യാർത്ഥികളെ പല കാരണങ്ങൾ പറഞ്ഞ് +2 വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടിക്കുന്നു. ശരിക്കും ഈ +1 വിദ്യാർത്ഥികളെക്കാൾ 1-2 വയസ്സ് കൂടുതലേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. +2 +1 വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം 1-2 വയസ്സാണ്. നിങ്ങളൊക്കെ ഏകദേശം ഒരേ പ്രായക്കാരാണ്, ഒരേ വൈബുള്ള ആളുകളാണ്, ഒരേ മൈൻഡ് സെറ്റുള്ള ആളുകളാണ്. എന്നിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും +2 വിദ്യാർത്ഥികൾ റാഗിങ് എന്ന മോശം പ്രവൃത്തിയുടെ പേരിൽ +1 വിദ്യാർത്ഥികൾ ഉപദ്രവിക്കുന്നു. മൈ ഡിയർ +2 സ്റ്റുഡൻസ്, ഈ റാഗിങ് നടത്തിയിട്ട് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ഉല്ലാസമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്? മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കുക, മറ്റൊരാളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുക, മറ്റൊരാളെ ശാരീരികമായിട്ട് വേദനിപ്പിക്കുക, മാനസികമായിട്ട് വേദനിപ്പിക്കുക. ചിലപ്പോൾ അവന് ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടായിരിക്കും ഒരു +1 വിദ്യാർത്ഥി +2ലേക്ക് എത്തുന്നത്. അവൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും. ഒരുപാട് പഠിക്കണമെന്ന ആഗ്രഹത്തോട് ഒരു സ്കൂളിലേക്ക് എത്തുന്ന +1 വിദ്യാർത്ഥികളുണ്ട്. പല ആഗ്രഹങ്ങളുമായിട്ട് സ്കൂളിലേക്ക് എത്തുന്ന ആളുകളാണ് +1 വിദ്യാർത്ഥികൾ. അവരെ പല രീതിയിൽ മോശമാക്കിയിട്ട്, പല രീതിയിൽ മാനസികമായി വിഷമിപ്പിച്ചിട്ട്, പല രീതിയിൽ ശാരീരികമായി ഉപദ്രവിച്ചിട്ട്, സാമ്പത്തികമായിട്ട് അവരിൽ നിന്ന് പലതും പിടിച്ച് പറിച്ചിട്ടൊക്കെ പല +2 വിദ്യാർത്ഥികൾ ഉപദ്രവിക്കുന്നുണ്ട്. ഇത് ഏറ്റവും മോശമായ പ്രവൃത്തിയാണ്. പക്ഷേ എല്ലാ +2 വിദ്യാർത്ഥികളും ഒരിക്കലും ഇങ്ങനെ വളരെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തോളിൽ കൈവച്ച് സ്വന്തം സഹോദരനെ പോലെ അല്ലെങ്കിൽ സ്വന്തം സഹോദരിയെ പോലെ +1 വിദ്യാർത്ഥികളെ കാണുന്ന +2 വിദ്യാർത്ഥികൾ നമ്മുടെ കേരളത്തിലുണ്ട്. വളരെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് ഏറ്റവും അടിപൊളി കൂട്ടുകാരായിട്ട് നടക്കുന്ന +2 +1 വിദ്യാർത്ഥികളുള്ള നാടാണ് നമ്മുടെ കേരളം. പക്ഷേ ഒരു ചെറിയ പെർസെൻറ്റേജ് +2 വിദ്യാർത്ഥികൾ പല കാരണങ്ങൾ പറഞ്ഞ് +1 വിദ്യാർത്ഥികളെ വേദനിപ്പിക്കുന്നു. ഞാൻ പറയട്ടെ മക്കളെ നിങ്ങൾ ലൈഫിൽ ഒരാളെ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ദ കർമ്മ വിൽ ഹിറ്റ് യു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, നിങ്ങളുടെ ലൈഫിൽ ഇത് കാരണം പിന്നീട് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള അനുഭവം സംഭവിച്ചേക്കാം. കർമ്മ വിൽ ഡെഫിനറ്റ്ലി ഹിറ്റ് യു. നിങ്ങൾ മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളുടെ ശരീര ഭാഗങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളെ സാമ്പത്തികമായിട്ട് വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുള്ള ഒരു പണിഷ്മെൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് കിട്ടും. നിങ്ങൾക്ക് അതൊന്നും ഒന്നും കിട്ടാനില്ല. നിങ്ങൾ ഒരാളെ റാഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബെനിഫിറ്റും ഇല്ല, ഒരു നേട്ടവും കിട്ടാനില്ല. അയാളുടെ മനസ്സോ ശരീരമോ സമ്പത്തോ നശിപ്പിക്കാന്നല്ലാതെ നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ലാഭമാണ് കിട്ടുന്നത്? എന്ത് സുഖമാണ് അതൊന്ന് കിട്ടുന്നത്? എന്തിനാണ് മൈ ഡിയർ +2 സ്റ്റുഡൻസ് നിങ്ങൾ +1 വിദ്യാർത്ഥികളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ചെയ്യരുതടാ, റാഗിങ് ചെയ്യരുത്. സേ നോ ടു റാഗിങ്. ഒരു കാരണവശാലും നിങ്ങൾ റാഗ് ചെയ്യരുതടാ. മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് വിജയം നേടിയെടുക്കാനാവില്ല. മറ്റൊരാളുടെ ശരീരം വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് വിജയം നേടിയെടുക്കാനാവില്ല. മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്ത് വിജയം നേടിയെടുക്കാനാവില്ല. നിങ്ങൾ ഒരാളെ റാഗ് ചെയ്യുമ്പോൾ അത് അയാൾ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള ആഘാതം, ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ വളരെ കൂടുതലായിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ അയാളെ ഉപദ്രവിക്കരുത്, അയാളെ ബുദ്ധിമുട്ടിക്കരുത്. സേ നോ ടു റാഗിങ് മൈ ഡിയർ +2 സ്റ്റുഡൻസ്. നിങ്ങൾ ഒരു കാരണവശാലും റാഗ് ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവും കിട്ടാനില്ല. ചിലപ്പോൾ നിങ്ങളൊരാളെ റാഗ് ചെയ്യുമ്പോൾ അത് അയാളിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് അയാൾ എന്തെങ്കിലും കടുകൈ ചെയ്താൽ അതിൻ്റെ റിഗ്രറ്റ് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അയാൾ ചെയ്യുന്ന ഏതൊരു പ്രശ്നത്തിനും നിങ്ങളായിരിക്കും ഉത്തരവാദി. ഒരു കാരണവശാലും മൈ ഡിയർ +2 സ്റ്റുഡൻസ് നിങ്ങൾ റാഗിങ്ങിലേക്ക് പോകരുത്. അതിനേക്കാൾ വലിയൊരു മോശമായ പ്രവൃത്തി വേറെയില്ല. നിങ്ങൾ അവരെ നല്ല സുഹൃത്തുക്കളായിട്ട്, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, ചേർത്ത് പിടിക്കുക, അവരുടെ കൂടെ കൊണ്ടുപോകുക. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാണെങ്കിൽ മക്കളെ, നിങ്ങളുടെ +2 ലൈഫ് മാത്രമല്ല ലൈഫ് ലോങ്ങിൽ നിങ്ങൾ നല്ലൊരു മനുഷ്യനായിത്തീരും. നമുക്കൊക്കെ ജീവിതം ഒന്നേ ഉള്ളൂ. അത് മറ്റൊരാൾ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും, മറ്റൊരാളെ ഉപദ്രവിക്കാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും, മറ്റൊരാളുടെ വിഷമിപ്പിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസ്വദിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ആസ്വാദം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ നിങ്ങളുടെ +1 വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുക. നിങ്ങളെ സഹോദരന്മാരും സഹോദരികളുമായിട്ട് അവരെ ചേർത്ത് പിടിക്കുക. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. നിങ്ങൾ ഒരിക്കലും റാഗിങ്ങിലേക്ക് കടക്കരുത് മക്കൾ. അതിനേക്കാൾ മോശമായ പ്രവൃത്തി വേറെയില്ല. സേ നോ ടു റാഗിങ്.